രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? അല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ കേസിലും മുൻകൂർ ജാമ്യം കിട്ടും എന്നുള്ളതിനകത്ത് നമുക്കൊന്നും വലിയ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. വിധി പറഞ്ഞ ജഡ്ജിമാരെ നേരെ കല്ലെറിഞ്ഞിട്ട് കാര്യമില്ല. അവിടെ മനസാക്ഷി കോടതിയല്ല, നമ്മുടെ നിലവിലുള്ള സംവിധാനത്തിനകത്തുള്ള ജുഡീഷ്യറിക്കകത്തുള്ള സിസ്റ്റത്തിനകത്തുള്ള സംവിധാനങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. ആ സിസ്റ്റത്തിന് കുഴപ്പമുണ്ട് എന്നുള്ളതാണ് ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗോവിന്ദച്ചാമിയുടെ അടുത്ത് ലക്ഷങ്ങൾ മുടക്കാനുണ്ടായിരുന്നെങ്കിൽ ഗോവിന്ദച്ചാമി ഇന്ന് ജയിലിൽ ചിലപ്പോൾ കിടക്കുമായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മനുഷ്യൻ അവസാനം സഖികെട്ട് അനാർക്കിസത്തിലേക്ക് പോവുകയും നിയമം കയ്യിലെടുക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ജനാധിപത്യം കുറച്ച് കൂടിയതിൻ്റെയും മനുഷ്യാവകാശം കുറച്ച് കൂടിയതിൻ്റെയും ചില കുഴപ്പങ്ങൾ ഇന്ത്യക്കകത്തുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സാധാരണക്കാരായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റത്തിൽ വിശ്വാസം നഷ്ടപ്പെടുന്നിടത്ത് അവർ സ്വയം ആയുധം കയ്യിലെടുക്കാൻ സാധ്യതയുണ്ട്. അതൊരു അരാജകത്വത്തിലേക്ക് പോകും എന്ന ആശങ്ക ഉണ്ട്. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കേസിൽ ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ വിധി പ്രസ്താവം വന്നിട്ടുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? അല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ കേസിലും മുൻകൂർ ജാമ്യം കിട്ടും എന്നുള്ളതിനകത്ത് നമുക്കൊന്നും വലിയ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അക്കാര്യത്തിനകത്ത് ജാമ്യം കിട്ടുമെന്ന് തന്നെയാണ് സ്വാഭാവികമായും പ്രതീക്ഷിക്കപ്പെട്ടത്. ഇനി സെഷൻസ് കോടതിയിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് തരുന്ന ഒരു സന്ദേശമുണ്ട്. അത് ഞാൻ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥിതിയോട് പരിപൂർണമായി അത്ര വലിയ ആദരവൊന്നും ഇല്ലെങ്കിലും, കാരണം എന്ന് വെച്ചാൽ കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെടേണ്ടതാണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞു. വിധി പറഞ്ഞ ജഡ്ജിമാരെ നേരെ കല്ലെറിഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങൾ വെച്ചിട്ടും അവിടെ നടക്കുന്ന ആർഗ്യുമെൻറ്റ്സ് വെച്ചിട്ടുമാണ് പ്രോസിക്യൂഷനും പ്രതിഭാഗം വക്കീലും ഉയർത്തുന്ന വാദങ്ങൾ വെച്ചിട്ടാണ് അവർ വിധി പറയുന്നതും അതിനനുസരിച്ചിട്ടുള്ള ലോ പോയിന്റ്സ് നോക്കിയിട്ടൊക്കെയാണ് അവർ വിധി പറയുന്നത്. ആ കിതാബ് നോക്കിയിട്ടാണ് പറയുന്നത്. അവിടെ ധാർമ്മികതയ്ക്ക് പ്രസക്തി വരുന്നില്ല. അവിടെ മനസാക്ഷി കോടതിയല്ല, നമ്മുടെ നിലവിലുള്ള സംവിധാനത്തിനകത്തുള്ള ജുഡീഷ്യറിക്കകത്തുള്ള സിസ്റ്റത്തിനകത്തുള്ള സംവിധാനങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. ആ സിസ്റ്റത്തിന് കുഴപ്പമുണ്ട് എന്നുള്ളതാണ് ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കയ്യിൽ ഇഷ്ടം പോലെ കോടികൾ പൈസ ഉണ്ടാവുകയും ലക്ഷങ്ങൾ ഒരു സിറ്റിങ്ങിന് ഫീസ് മേടിക്കുന്ന വക്കീലന്മാരെ വെക്കാൻ കഴിയുകയും ചെയ്തിരുന്നെങ്കിൽ ഗോവിന്ദച്ചാമി ഇന്ന് പുറത്താണ്. ഗോവിന്ദച്ചാമി ചിലപ്പോൾ കുറ്റവിമുക്തനാക്കപ്പെടും. അങ്ങനെയുള്ള നീണ്ട ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. കുറ്റം ചെയ്തു എന്ന് എല്ലാവർക്കും ബോധ്യമുള്ള ആളുകൾ തന്നെ നിഷ്പ്രയാസം ഊരിപ്പോകുന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട്. കാരണം അതിനുള്ള ഒരുപാട് ലൂപ്പ് ഹോൾസ് റൈസ് ചെയ്യാൻ പറ്റുന്ന, വാദ്യഭാഗത്തിൻ്റെ വാദങ്ങളെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷണലിൽ നല്ല മികവുള്ള വക്കീലന്മാർ ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങളാണ് അവർ ഫീസ് മേടിക്കുക. അതുകൊണ്ടാണല്ലോ, ഇല്ലെങ്കിൽ പ്രതിയുടെ ഭാഗത്ത് സ്വാഭാവികമായ ന്യായം ഉണ്ടെങ്കിൽ അത്രയും ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള വക്കീലിനെ നിർത്തേണ്ട ആവശ്യമില്ല. ജൂനിയർ വക്കീലന്മാർക്ക് തന്നെ അതിനുള്ള പോയിന്റ്സ് വെച്ചിട്ട് പറഞ്ഞു വരാം. അപ്പം ഇവിടെ വല്ലാത്തൊരു കുഴപ്പം നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് പറഞ്ഞത്, ഗോവിന്ദച്ചാമിയുടെ അടുത്ത് ലക്ഷങ്ങൾ മുടക്കാനുണ്ടായിരുന്നെങ്കിൽ ഗോവിന്ദച്ചാമി ഇന്ന് ജയിലിൽ ചിലപ്പോൾ കിടക്കുമായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിനിപ്പോൾ സത്യത്തിൽ ഈ ഇരകൾ നമ്മളെ ബിബ്ലിക്കൽ ബേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചതാണ് എന്ന് നാളെ ഇവർ വാദിക്കുമോ എന്നുള്ളതും, അല്ലെങ്കിൽ നടി തന്നെ പീഡിപ്പിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തതാണ് എന്ന് നാളെ പറയുമ്പോൾ അവരെ പ്രതിയായിട്ട് കുറ്റപ്പെടുത്തുമോ എന്നുള്ള കാര്യം മാത്രമാണ് അറിയാൻ ബാക്കിയുള്ളത്. ഇത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ സ്വാധീനം ഉണ്ടെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കൂ. CPI അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരാളായിരുന്നു ബാലകൃഷ്ണപിള്ള. എത്ര ദിവസം ജയിലിനകത്ത് കിടന്നു? അതുമാത്രമല്ല, അതിൻ്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് UDF സർക്കാർ അദ്ദേഹത്തെ റിലീസ് ചെയ്തു. അതിനുള്ള തിരിച്ചടി അവർക്ക് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ പുള്ളി ഇപ്പുറത്തോട്ടങ്ങ് മാറി LDF സർക്കാരിൻ്റെ ഭാഗമായിട്ട് ക്യാബിനറ്റ് റാങ്കോട് കൂടിയിട്ട് മുന്നോക്ക കമ്മീഷൻ ചെയർമാനായിട്ട് നമ്മുടെ പൈസയ്ക്ക് ഇരുന്നു. പൂർണ്ണമായ കാലാവധി ശിക്ഷ അനുഭവിച്ചില്ല. പരോള് പോലും പോകാൻ കഴിയാതെ കാലങ്ങളായി ജയിലിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് സ്വാധീനവും പണവും ഇല്ല. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രമേ സഫർ ചെയ്യുന്നുള്ളൂ. ഇത് TPയുടെ കേസിലുണ്ടായിട്ടുണ്ട്, ബാലകൃഷ്ണ പിള്ളയുടെ കേസിലുണ്ടായിട്ടുണ്ട്. പരോള് കൊടുക്കുന്നിടത്ത് ഇത്തരത്തിലുള്ള ഇടപെടലുണ്ട്. സ്വാധീനമുള്ളവർക്ക് പരോള് കിട്ടുന്നുണ്ട്, ബാക്കിയുള്ളവരുണ്ട്. ഇപ്പം ഇവിടെ നമ്മുടെ വിജയ് മല്യ ഇവിടുന്ന് ഒരു നേരം അങ്ങോട്ട് പോയി. ബാക്കിയുള്ളവരാണെങ്കിൽ അതിന് മുമ്പിൽ കോർട്ട് നോട്ടീസ് വരും. ഇതാണ് ഞാൻ പറഞ്ഞത്, സിസ്റ്റത്തിനകത്ത് വലിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളതാണ്. ജെട്ടി രാജു ഒരു മന്ത്രിയായിരുന്ന ആളാണ്. അയാൾക്ക് പേരെങ്ങനെ വന്നതെന്നുള്ളതൊക്കെ സമൂഹത്തിന് അറിയാം. നമ്മളിപ്പോൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇത് പോലീസുകാരുടെ ഒരു അവസ്ഥ ആലോചിക്കുക, അവരുടെ ഗതികേട്. അവരാ ഊണും ഉറക്കവും ഒഴിച്ച് നടക്കുക. നമുക്കറിയാലോ പോലീസുകാരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർക്ക് പോലും എടുക്കത്തില്ല, മനസ്സും എടുക്കത്തില്ലേ. അതേപോലെ തന്നെ പണ്ടാണെങ്കിൽ ശിക്ഷ ഒന്നും അല്ലെങ്കിൽ ഏത് വലിയവനാണെങ്കിലും പോലീസ് കൈ കിട്ടുമ്പോൾ നാലെണ്ണം കൊടുക്കുമായിരുന്നു. നല്ല 4 കുത്തും ഇതുമാതിരി കേസ് കിട്ടിക്കഴിഞ്ഞാൽ. ഇതിപ്പോൾ അതിനും പറ്റത്തില്ല. അവിടെയും CCTV ഇല്ലെങ്കിൽ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെറിയ പാട് വന്നു കഴിഞ്ഞാൽ അവർ സസ്പെൻഷനിലായി. ഇതാണ് കസ്റ്റഡി മർദ്ദനം എന്ന് പറഞ്ഞിട്ട്. പെണ്ണ് കേസിൽ പ്രത്യേകിച്ചും പെണ്ണ് കേസിൽ എന്ന് പറഞ്ഞാൽ കിട്ടിയാൽ നല്ല പോലെ കൊടുക്കും അവർ. ജയിലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കൊണ്ടൊരു കൊടുക്കൽ. പക്ഷേ ഇത്തരം കേസുകളിലുള്ളവർക്കുള്ളൊരു സുരക്ഷ ഉറപ്പുറത്ത് വരും. കാരണം അവരെപ്പോഴും മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ നിൽക്കുക. ഈ വേട്ടക്കാരൻ എപ്പോൾ വേണമെങ്കിലും മാധ്യമങ്ങൾ നേരെ പ്ലേറ്റ് വാരിയിട്ട് ഇരയുടെ പരിവേഷം ചാർത്തി കൊടുക്കും. ഇവിടെ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന് പറയുന്ന നോവലിനകത്ത് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്, അറിയാമല്ലോ. കൊച്ചു കുഞ്ഞുങ്ങൾ വിശന്ന് കിടക്കുന്നത് കണ്ടപ്പം അവരെ വിശപ്പ് കണ്ടിട്ട് സഹികെട്ടിട്ട് റൊട്ടി മോഷ്ടിച്ച ആളുടെ കഥയാണത്. ആ റൊട്ടി മോഷ്ടിച്ചവൻ ശിക്ഷിക്കപ്പെട്ട ലോകത്ത്
ഇവിടെ ഏറ്റവും വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്നതിൻ്റെ വൈരുദ്ധ്യത്തെക്കുറിച്ചാണ് ശരിക്കും പറഞ്ഞാൽ കഥ പറയുന്നത്. ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ അവസാനം സഖികെട്ട അനാർക്കിസത്തിലേക്ക് പോവുകയും നിയമം കയ്യിലെടുക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. എൻ്റെയോ സിബിയുടെയോ നമ്മൾക്ക് വേണ്ടപ്പെട്ട ഏതെങ്കിലും പെൺകുട്ടികൾക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളിനിയിപ്പം ഇത് കേസുമായിട്ടും ഇതുമായിട്ട് പോവുമോ? കൃഷ്ണപ്രിയയുടെ കേസ് നമ്മുടെ മുമ്പിലുണ്ട്. എന്തുകൊണ്ടാണ് കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണൻ മുഹമ്മദ് കോയെ വെടിവെച്ച് വന്നത്? അപ്പോൾ ഇത് നമ്മുടെ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വരേണ്ടതുണ്ടെന്നുള്ളത് നമ്മൾ നിരന്തരമായിട്ട് ആലോചിക്കേണ്ടതുണ്ട്. ക്രിമിനൽ വക്കീലന്മാരെന്നോ സിവിൽ വക്കീലന്മാരെന്നോ ഒക്കെ പറയുമ്പോഴും സത്യത്തിൽ വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയരുതെന്ന് പറയുന്നത്. വക്കീലിൻ്റെ അടുത്ത് സത്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഏറ്റവും പ്രമാദമായ കേസിൽ പോലും, ഗോവിന്ദചാമിയുടെ കേസിൽ പോലും വക്കീലുണ്ടാവുന്നുണ്ട്. അത് നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കകത്ത് പ്രതിയുടെ ഭാഗവും പറയാൻ അവസരം ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ ഇവിടെ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ഒറ്റയടിക്ക് വിധിക്കുന്ന അല്ലെങ്കിൽ ഷൂട്ട് അറ്റ് സൈറ്റ് എന്നുള്ള പരിപാടി ഇല്ല നമ്മുടെ നാട്ടിൽ. അതും അവിടെയും ഒരു ഡെമോക്രസി ഉണ്ട്. പക്ഷേ ജനാധിപത്യം കുറച്ച് കൂടിയതിൻ്റെയും മനുഷ്യാവകാശം കുറച്ച് കൂടിയതിൻ്റെയും ചില കുഴപ്പങ്ങൾ ഇന്ത്യക്കകത്തുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മുടെ സിസ്റ്റത്തിനകത്ത്. മറ്റൊന്ന്, ഒരു പ്രൊഫഷനിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം മനുഷ്യൻ അല്ലാതെ അവരുടെ യന്ത്രങ്ങളെ പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. കൺമുമ്പിൽ വരുന്ന ആളുടെ അയാൾ എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും അയാൾ എനിക്കൊരു മണിക്കൂറിന് എത്ര രൂപ ഫീസ് തരുന്നു എന്നുള്ളത് മാത്രം നോക്കിയിട്ട് കേസ് ഏറ്റെടുക്കുന്നുണ്ട്. സാമാന്യമായ ധാർമ്മികതയുള്ള പല ആളുകളും ഇപ്പോൾ പ്രശാന്ത് ഭൂഷണെ പോലെയും അദ്ദേഹത്തിൻ്റെ പിതാവിനെ പോലെയുള്ളവരൊക്കെ സാമൂഹ്യ താല്പര്യങ്ങൾ മുൻനിർത്തി കേസുകൾ നടത്തിയിട്ടുള്ളവർ ഫ്രീ ആയിട്ട് കേസ് നടത്തുമായിരുന്നു. അങ്ങനെയുള്ള വ്യവഹാരത്തിലേക്ക് പോകുമായിരുന്നു. പൈസ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടും ന്യായം മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാനുണ്ടാകുമായിരുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ ഈ രണ്ട് FIR ഇട്ടിരിക്കുന്ന ഈ രണ്ട് കേസിൽ മാത്രമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയിട്ടുള്ളത്. ഈ 0 FIR എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇപ്പോൾ BNSലുണ്ട്. ഏകദേശം 17ഓളം പെൺകുട്ടികൾ രാഹുൽ മാങ്കൂട്ടം എന്ന സെക്ഷൽ പ്രവേർട്ടിൻ്റെ അറ്റാക്കിന് വിധേയമാണ്. അപ്പോൾ ഇവരിൽ ആരൊക്കെ ഇനി പോലീസിൻ്റെ അടുത്ത് പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയില്ല. വിധി വന്നതിന് ശേഷം ലേറ്റസ്റ്റ് നമ്മളുടെ സോഴ്സുകൾ വെച്ചിട്ടുള്ള അപ്ഡേറ്റ് വെച്ചിട്ട് ബില്ലിങ്ങായി നിന്ന പലർക്കും പേടിയാവുന്നു. ബില്ലിങ്ങായി നിന്ന ഇതിന് പുറമെ വരാൻ രംഗത്ത് വന്ന് നിൽക്കുന്ന പലർക്കും ഒരു ഉൾവലിയലിൻ്റെ അനുഭവത്തിലേക്ക് പോകുന്നു എന്നുള്ള സ്ഥിതിയിലേക്കാണ് പലരും ഇതൊന്നും തുറന്നു പറയാൻ ഈ രണ്ടാമത്തെ കേസിൽ പെൺകുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്നിട്ട് ബഹളം വെച്ചു ഫെനീൻ അയനാനും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടവും എന്നാണ് പറയുന്നത്. കാരണം ഒരു MLA ഒരു പീഡിപ്പിച്ച പെൺകുട്ടിയുടെ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കുക MLA ആവുന്നതിന് മുമ്പാണ് എന്ന് കരുതുക. അങ്ങനെയാണ് എങ്കിൽ തന്നെ അന്ന് ഇയാൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അല്ല, എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതൊക്കെയാണ് സ്ഥിതിയെന്നേ. ഇവിടെ നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ കേട്ടിട്ടുണ്ട് പരാതിക്കാരെ തീർത്ത് കളയുന്ന സ്ഥിതിയുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയിരുന്ന നമ്മളെ SP പ്രദീപ് മരണം ഇപ്പോഴും ദുരൂഹമായിട്ട് നിൽക്കുക. ഞാനും സിബിയും ഒക്കെ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് ഉറപ്പ് പറയാൻ പറ്റാത്ത രീതിയിലുള്ള റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ വഴിക്ക് പോകുന്നത്. അപ്പോൾ ഇത് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? നാളെ ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിന് ഇരയാവുന്നവർ പുറത്ത് പറയണ്ട, പണ്ട് പറയുന്ന പോലെ തന്നെ പുറത്ത് പറയണ്ട, നമ്മളിതിൻ്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല എന്ന് പോലീസ് തന്നെ അഡ്വൈസ് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. കാരണം പോലീസിനും അടുത്ത് പോകുന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞത്. നമ്മളെ നികുതി പണം കൊണ്ടാണ് പോലീസ് ഇത്രയും ദിവസം അന്വേഷിച്ചത്. എത്ര ലക്ഷങ്ങൾ പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവർ നാളെ ഇവൻ ഇന്നിനിപ്പോൾ പാലക്കാട്ടോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവുകയാണെങ്കിൽ ഇവൻ എസ്കോട്ട് പോകാനും ഗൺമാനും കൊടുക്കുന്ന ശമ്പളവും നമ്മുടെ പൈസയ്ക്ക്. ആലോചിച്ച് നോക്കുക, എന്തൊരു വൈരുദ്ധ്യമാണെന്ന് ആലോചിച്ച് നോക്കണം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ. അങ്ങനെയുള്ള അവസ്ഥയാണ്. മറ്റ് ഇരകൾക്ക് കൂടി മുന്നോട്ട് വരാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ അതിൽ നിന്ന് പിൻവലിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ സംജാതമായി വരുന്നത് എന്നുള്ളതാണ്. കേസ് കൊടുത്തവർ വിഡ്ഢികളായി മാറുകയല്ലേ. അവർക്ക് സെറ്റിൽ ചെയ്യായിരുന്നു. സെറ്റിൽ ചെയ്ത കുറേ പേരുണ്ടല്ലോ. ഇത് സെറ്റിൽ ചെയ്ത് ഒതുക്കിയത് കുറേ ഉണ്ടല്ലോ. മാധ്യമരംഗത്ത് തന്നെ ഉള്ളവർ ഉൾപ്പെടെ ഒതുക്കിയിട്ടുണ്ടല്ലോ. എത്ര ലക്ഷം കൊടുത്തെന്നുള്ള കൃത്യമായിട്ടുള്ള കണക്കറിയത്തില്ല. അപ്പോൾ അതേപോലെ പൈസ മേടിച്ച് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു എന്ന് ഈ പെൺകുട്ടികൾക്ക് പോലും തോന്നിപ്പോകുന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് പണം ഉണ്ടെന്നുണ്ടെങ്കിൽ നടക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ നിയമവ്യവസ്ഥ മാറി. ഞാൻ ജഡ്ജിമാരെ അല്ല കുറ്റം പറയുന്നത്, അതിനപ്പുറത്ത് നമ്മുടെ വ്യവസ്ഥയെ കുറ്റം പറയുകയാണ്. അതിൻ്റെ പേരിൽ കോർട്ട് ലക്ഷ്യമാണെന്നുണ്ടെങ്കിൽ കോടതി ലക്ഷ്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് മാർഗ്ഗമൊന്നുമില്ല. നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കില്ല എന്നുണ്ടെങ്കിൽ ലെറ്റ് ദം പണിഷ് മീ എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മൾ ഇതിനകത്ത് വൈകാരികമായിട്ട് ഈ വിഷയങ്ങളെ കാണുന്നത്. കാരണം ഇത് കാലാനുസൃതമായിട്ടുള്ള പരിഷ്കരണങ്ങൾ വരികയും ഇതിനകത്തൊക്കെ നമ്മുടെ സിസ്റ്റത്തിൽ മാറ്റം വരികയും വേണം എന്നുള്ളത്. ഇല്ലെങ്കിൽ ഇതൊരു അനാർക്കിസത്തിലേക്ക് പോകും. ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന സ്ഥിതിയിലേക്ക് പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുക എന്താ, ഈ പൈസ കൂടെ ഉണ്ടെങ്കിൽ അവനെ വരുത്താൻ നോക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വീട് കുത്തി കൊല്ലാൻ നോക്കും. പണി അവിടെ വെച്ചങ്ങ് തീർക്കും. പിന്നെ മേലാൽ വേറെ ആരും അനുഭവിക്കരുത്. എന്നിട്ട് നമ്മൾ ജയിലോട്ടങ്ങ് പോകാമെന്ന് കരുതും. ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് ആളുകൾ എത്തുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇതിലേക്ക് പോകുന്നതെന്നുള്ളതാണ്. 2 പ്രോസിക്യൂട്ടർമാർ അങ്ങനെയുള്ള സിസ്റ്റത്തിലേക്ക് തന്നെ നോക്കും. എല്ലാം പൊളിറ്റിക്കൽ നിയമനം. അതായത് സർക്കാരുകൾ ഭരിക്കുമ്പോൾ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ APPമാർ, DPPമാർ, ഗവൺമെൻറ് പ്ലീഡർമാർ, അതേപോലെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, അഡ്വക്കേറ്റ് ജനറൽ തുടങ്ങിയിട്ടുള്ളത് നോക്കിയിട്ട് കേന്ദ്രത്തിലാണെങ്കിൽ അറ്റോർണി ജനറൽ, അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽമാർ എല്ലാ ഹൈക്കോർട്ടിലും ഉണ്ട്, സുപ്രീം കോടതിയിലുണ്ടൊക്കെ ഉണ്ട്. ഇതെല്ലാം പൊളിറ്റിക്കൽ നിയമനങ്ങളാണ്. അപ്പോൾ അവർക്ക് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ ഇല്ലയോ, അവർക്ക് അവരെ നിയമിച്ചവരോടാണോ ഉത്തരവാദിത്വം അല്ലയോ എന്നുള്ളതാണ്. അവർക്ക് ഈ വലിയ പോസ്റ്റ് കൊടുക്കുന്ന ശമ്പളം കൊടുക്കുമ്പം അവർക്ക് വേണ്ടിയിട്ട് മാത്രം വാദമുഖങ്ങൾ ഉന്നയിക്കുന്നവരായിട്ട് മാറുക. ഇവിടെ ഇത് സത്യത്തിൽ
ഒരു കുറ്റവാളിയുടെ ആണ് എന്ന് വക്കീലിൻ്റെ അടുത്ത് സത്യം പറയുന്നുണ്ടല്ലോ എന്നൊരു ബോധ്യപ്പെട്ടിട്ട് അതിനയാൾ തരുന്ന പ്രൊഫഷൻ ആണെങ്കിൽ തന്നെയും ആ ഫീസ് മേടിച്ച് കേസ് വാദിക്കുന്നത് ഒരർത്ഥത്തിൽ വെളുപ്പിച്ചെടുക്കാൻ കരാറെടുക്കുന്ന പോലെയല്ലേ? എന്താണ് ബി എ ആളൂരുമായി ഈ വക്കീലന്മാർക്കുള്ള വ്യത്യാസം? എല്ലാവരും അഡ്വക്കേറ്റ് ബി എ ആളൂരിനെ കല്ലെറിഞ്ഞല്ലോ, അയാൾ മരിച്ചപ്പോൾ ചത്തത് നന്നായെന്ന് പറഞ്ഞല്ലോ. ഇന്ത്യയിലെ, കേരളത്തിലെ നല്ല ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഭൂരിഭാഗം ക്രിമിനൽ ലോയേഴ്സും ചെയ്യുന്നത് ഇത് തന്നെയല്ലേ? അവരെല്ലാം പലപ്പോഴും അവർ പ്രതിഭാഗത്തിന് വേണ്ടിയിട്ടല്ലേ ഹാജരാവുന്നത്, അതിനുവേണ്ടി പൈസയല്ലേ മേടിക്കുന്നത്. ഇയാളൊന്നും അല്ലെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റിലല്ലേ ചെയ്തേ, അയാൾക്ക് പബ്ലിസിറ്റി മതിയായിരുന്നു, അതിൻ്റെ പേരിൽ വേറെ കേസുകൾ വരും. അത് അപ്പം ബി എ ആളൂരിനെ കല്ലെറിയാൻ ഇങ്ങനെയുള്ള ഒരാൾക്കും ഈ കേരളീയ സമൂഹത്തിലൊക്കെയുള്ള മനുഷ്യന്മാർക്ക് ഫേസ്ബുക്കിൽ ഇതിലും കിടന്നിരിക്കുന്നവർക്ക് ഇത് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ് ബി എ ആളൂരിനെ അവൻ ചത്തപ്പോൾ പട്ടി ചത്തുപോയത് നന്നായി എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ അറിയപ്പെടുന്ന എല്ലാ പ്രഗത്ഭരായ അഭിഭാഷകർ മരിക്കുമ്പോഴും നിങ്ങൾ അത് തന്നെ പറയണം. അവരവരെ ജോലി ചെയ്ത് ബി ആളൂരും അയാളെ ജോലി ചെയ്ത് എന്ന് മാത്രമേ ഉള്ളൂ. അയാൾ ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്തു, മറ്റുള്ളവർ പൈസ മേടിച്ച് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഉണ്ട് ലീഗൽ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് ചില പ്രതികൾക്കൊക്കെ. ഇപ്പോൾ ഗോവിന്ദച്ചാമിക്ക് ഇവർക്കൊക്കെ അങ്ങനത്തെ ബി ആളൂർ മരിച്ചു പോയെങ്കിലും ഇനിയാണെങ്കിലും അങ്ങനെ വരുന്ന ആളുകൾക്ക് ഇപ്പം ഞാൻ നാളെ കുറ്റകൃത്യം ചെയ്തു, എനിക്ക് വേണ്ടിയിട്ട് വക്കീലൊന്നും ഹാജരാവാനില്ലെങ്കിൽ കോടതി തന്നെ എനിക്കൊരു വക്കീലിനെ ഏർപ്പാടാക്കി. ഈ ഗോവിന്ദച്ചാമിയുടെ പിന്നിൽ ഭിക്ഷാടന മാഫിയ എന്ന് പറയുന്ന ഒരു വലിയ സംഘമുണ്ട്. ഉദാഹരണം പറയാം, ഇപ്പം ഞാനിപ്പോൾ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു, ഞാൻ കുറ്റം ചെയ്തതുമാണ്. പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ വക്കീലിനെ വെക്കാൻ ആരുമില്ല, എനിക്ക് ബന്ധുക്കൾ ആരുമില്ല, എൻ്റെ അടുത്ത് പൈസയില്ല, ഒന്നും ഇല്ലാത്ത സ്ഥിതിയിൽ സുഹൃത്തുക്കളും ഇല്ല, ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ കോടതി തന്നെ ലീഗൽ സെല്ലിൽ നിന്ന് ഒരു വക്കീലിനെ ഏർപ്പെടുത്തും. പക്ഷേ ലീഗൽ സെല്ലിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ സ്വമേധയാ കേസ് ഏറ്റെടുക്കുന്നവരിൽ 1% പേർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു കമ്മിറ്റഡ് ആയിട്ട് ചാരിറ്റി എന്നുള്ള രീതിയിൽ. ബാക്കിയുള്ളവർക്ക് ഫയലുകൾ ഇല്ലാത്തതുകൊണ്ട്, അവർക്ക് സ്വന്തമായിട്ട് കേസ് ഇല്ലാത്തതുകൊണ്ട് അവർക്കിതൊരു ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഈ സംഭവം ചെയ്യുന്നത്. അവരൊട്ടും എഫിഷ്യൻ്റ് ആയിരിക്കത്തില്ല. അവർ LLBയുടെ സർട്ടിഫിക്കറ്റ് കൈ കാണും. അപ്പോൾ അങ്ങനെയാണ്. അല്ലാതെ ദിവസം ഇഷ്ടം പോലെ കേസുള്ളവന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു കോടതിയിലോടി അപ്പോൾ അപ്പുറത്തെ കോടതിയിലോട്ട് ഓടണം, ടൈം വെച്ചിട്ട് ഡ്രൈവറോട് വണ്ടി അടിച്ചുവിട്ട് പോകാൻ പറയും, അടുത്ത കോടതിയിൽ ഹാജരാവണം. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വക്കീലന്മാർ ലീഗൽ സെല്ലിൻ്റെ ഭാഗമായിട്ട് നിൽക്കത്തില്ല. ഇത് തരുന്നൊരു തെറ്റായ സന്ദേശമാണ്. ഇതിനകത്ത് സമഗ്രമായ പരിഷ്കരണം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ തന്നെ പറയുന്നത്, നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് 2025 നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്നുള്ള ഓർക്കണം. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ വ്യത്യാസം വന്നു, നമ്മളുടെ ഫ്ലൈറ്റുകളിൽ വ്യത്യാസം വന്നു, നമ്മുടെ ഷിപ്പുകളിൽ വ്യത്യാസം വന്നു, നമ്മൾ ഉപയോഗിച്ച വണ്ടികളിൽ പണ്ട് മാരുതി മറ്റേ 800 കുന്തമൊക്കെ ഉണ്ടായിരുന്നു, അംബാസഡറൊക്കെ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് മാറി നമ്മൾ. ഇതെല്ലാം മാറി, മെട്രോ വന്നു, പണ്ട് മറ്റേ ട്രെയിനായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മളെ നിയമവ്യവസ്ഥ ഇപ്പോഴും കാളവണ്ടി യുഗത്തിൽ കിടക്കുക, അത് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ വാക്ക് തന്നെ ആവർത്തിക്കുന്നത്. പഴയ കുപ്പിയിലെ IPC വീഞ്ഞെടുത്തിട്ട് പുതിയ കുപ്പിയിൽ ഒഴിച്ചാൽ പുറത്തോട്ട് വെച്ചേക്കുന്ന പേരാണ് BNS എന്ന് പറഞ്ഞിട്ട്. വീഞ്ഞ് ഒന്ന് തന്നെയാണ് സാധനം. ഇതിനകത്ത് മാറ്റം വരണം. അതിൻ്റെ പേരുകളും കാര്യങ്ങളും ഒക്കെ മാറ്റി അതിൻ്റെ ചില കാര്യങ്ങളിനകത്ത് ചില അമെൻമെൻറ്റുകൾ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഭാരതീയ ന്യായ സംഹിതയാണോ ഇന്ത്യൻ പീനൽ കോഡാണോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. ഇരകൾക്ക് നീതി നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക്, വേട്ടക്കാർക്ക് സംരക്ഷണം ഒരുക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ വ്യവസ്ഥയ്ക്കകത്ത് എവിടെയെങ്കിലും പഴുതുകളുണ്ടെങ്കിൽ ആ പഴുതുകൾ അടച്ചുകൊണ്ട് സമഗ്രമായ ഭേദഗതികളിലേക്ക്, സമഗ്രമായ പരിഷ്കരണത്തിലേക്ക്, ജുഡീഷ്യൽ സിസ്റ്റത്തിനകത്തെ പരിഷ്കരണത്തിലേക്ക്, ആദ്യം ഇവരുടെയൊക്കെ ഡ്രസ് കോഡിനകത്തുള്ള തന്നെ മാറ്റം വരുത്തേണ്ടതുണ്ട്. ബ്രിട്ടീഷുകാരുടെ പല സാധനങ്ങളും നമ്മളിവിടെ കൊപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്മാർ എഴുതി വെച്ച കിതാബിനകത്ത് ചെറിയ മാറ്റങ്ങളെ വരുത്തിയിട്ടുള്ളൂ, അതേ മൊത്തത്തിൽ ചെയ്തിട്ടുള്ളൂ. നമ്മളെ ഡെമോക്രസിയും അവരുടെ ഡെമോക്രസിയുമായിട്ട് കുറച്ച് ബന്ധമുള്ളതാണ്. അവരുടെ രാജ്ഞി സമ്പ്രദായത്തിന് പകരമായിട്ടാണ് ഇവിടെ ഈ രാഷ്ട്രപതി എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം, പ്രസിഡന്റ് അപ്പൊ ഇതെന്തായിരുന്നാലും ഇത് നിരാശാജനകമാണ് മൊത്തത്തിൽ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിരുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. മറ്റേ നോട്ട് ടു അറസ്റ്റും നമുക്ക് ഉറപ്പുള്ള കാര്യമായിരുന്നു. അതിൽ തന്നെ ജാമ്യം കിട്ടുമെന്ന് അന്ന് നമ്മൾ കരുതിയത്. നമ്മൾ ജാമ്യമാണ് പ്രതീക്ഷിച്ചത്. ഇതിനകത്ത് അത്ഭുതങ്ങളൊന്നുമില്ല. പക്ഷേ ധാർമ്മിക ബോധമുള്ള സാധാരണക്കാരായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റത്തിൽ വിശ്വാസം നഷ്ടപ്പെടുന്നിടത്ത് അവർ സ്വയം ആയുധം കയ്യിലെടുക്കാൻ സാധ്യതയുണ്ട്. അതൊരു അരാജകത്വത്തിലേക്ക് പോകും എന്ന ആശങ്ക ഉണ്ട്. ആ ആശങ്ക മാത്രമാണ് ഇവിടെ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്.